നമസ്കാരം. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് എടുത്ത 5 തീരുമാനങ്ങൾക്ക് പിന്നാലെ കൂടുതൽ നടപടികൾ പ്രഖ്യാപിച്ചു ഇന്ത്യ. പാകിസ്ഥാൻ പൗരന്മാർക്കുള്ള മെഡിക്കൽ വിസയടക്കം എല്ലാ വിസകളും റദ്ദാക്കി. പാകിസ്ഥാനികൾക്കുള്ള വിസ സേവനങ്ങളും നിർത്തിവെച്ചു. പാക് പൗരന്മാരുടെ നിലവിലുള്ള സാധുവായ വിസകളെല്ലാം ഞായറാഴ്ച മുതൽ റദ്ദാക്കുമെന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അറിയിപ്പ്. മെഡിക്കൽ വിസകൾ ഏപ്രിൽ 29 ചൊവ്വാഴ്ച വരെ മാത്രമേ പ്രാബല്യത്തിലുണ്ടാകൂ. വിസ കാലാവധി തീരും മുമ്പ് എല്ലാ പാകിസ്ഥാനികളും ഇന്ത്യ വിടണമെന്നും ആവശ്യപ്പെട്ടു. ചുരുക്കത്തിൽ മിക്ക പാകിസ്ഥാനികൾക്കും ഇന്ത്യ വിടാൻ 72 മണിക്കൂർ മാത്രമാണ് അവശേഷിക്കുന്നത്. പാകിസ്ഥാനികൾക്കുള്ള വിസ സേവനങ്ങൾ നിർത്തിവെച്ചതോടെ ആ രാജ്യത്തെ പൗരന്മാർക്ക് ഇന്ത്യയിലേക്കുള്ള യാത്രാരേഖകൾ ലഭ്യമാകില്ല. പാകിസ്ഥാനിലേക്ക് ഇന്ത്യൻ പൗരന്മാർ യാത്ര ചെയ്യരുതെന്നും വിദേശകാര്യ മന്ത്രാലയം ശക്തമായി ആവശ്യപ്പെട്ടു. നിലവിൽ പാകിസ്ഥാനിലുള്ള ഇന്ത്യക്കാർ ഉടൻ ഇന്ത്യയിലേക്ക് മടങ്ങണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പാകിസ്ഥാനെതിരെ ഇന്നലെ ഇന്ത്യ 5 സുപ്രധാന തീരുമാനങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു. സിന്ധു നദീജല കരാർ മരവിപ്പിക്കുകയും അട്ടാരി അതിർത്തി അടയ്ക്കുകയും ചെയ്തു. പാകിസ്ഥാൻ പൗരന്മാർക്ക് വിസ നൽകില്ലെന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട തീരുമാനം. അതിർത്തി കടന്നവർക്ക് മെയ് 1 മുൻപ് തിരിച്ചെത്താം. SVES വിസയിൽ ഇന്ത്യയിലുള്ളവർ 48 മണിക്കൂറിനുള്ളിൽ തിരികെ പോകണം. പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ പ്രതിരോധ ഉദ്യോഗസ്ഥരെയും പുറത്താക്കി. ഇവർ ഒരാഴ്ചയ്ക്കുള്ളിൽ ഇന്ത്യയിൽ നിന്ന് പിന്മാറണം. ഇന്ത്യയും പാകിസ്ഥാനിലെ പ്രതിരോധ ഉദ്യോഗസ്ഥരെ തിരിച്ചു വിളിക്കുമെന്നും അതേസമയം ഇന്ത്യയുടെ നയതന്ത്ര നടപടികൾക്ക് മറുപടിയുമായി പാകിസ്ഥാനും ചില നടപടികൾ പ്രഖ്യാപിച്ചിരുന്നു. ഇന്ത്യയുമായിട്ടുള്ള എല്ലാ ഉഭയകക്ഷി കരാറുകളും പാകിസ്ഥാൻ മരവിപ്പിച്ചു. ഷിംല കരാറും മരവിപ്പിച്ചു. ഇന്ത്യൻ വിമാന കമ്പനികൾക്ക് വ്യോമമേഖല അടച്ചതിന് പുറമെ വാഗ അതിർത്തി അടയ്ക്കാനും തീരുമാനിച്ചു. അതേസമയം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്ക് വ്യക്തമാക്കുന്ന കൂടുതൽ തെളിവുകൾ NIAക്ക് ലഭിച്ചിട്ടുണ്ട്. പാകിസ്ഥാനെതിരെ ഇനി കൂടുതൽ നടപടി എന്ത് എന്ന ചോദ്യം നിലനിൽക്കുമ്പോഴാണ് ഇന്നിപ്പോൾ സർവകക്ഷി യോഗം ചേരുന്നത്. രഹസ്യാന്വേഷണ വീഴ്ചയുണ്ടായതിൽ അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷം സർവകക്ഷി യോഗത്തിൽ ആവശ്യപ്പെടുമെന്നാണ് വിവരം. പെഹൽഗാമിൽ കൊല്ലപ്പെട്ടവർക്കൊപ്പമാണ് രാജ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിരുന്നു. രാജ്യം ഒറ്റക്കെട്ടായ ആക്രമണത്തിൽ രോഷം പ്രകടിപ്പിക്കുകയാണെന്നും മോദി ബീഹാറിൽ പറഞ്ഞു. രാജ്യത്തിന്റെ വികാരം മനസ്സിലാക്കുന്നു. ഇന്ത്യ കൃത്യമായി മറുപടി നൽകും. ഭീകരവാദികളെ ശിക്ഷിക്കും. മാനുഷിക വികാരത്തെ മനസ്സിലാക്കുന്നു. ഭീകരവാദികളെ വെറുതെ വിടില്ലെന്നും ഭീകരവാദികൾക്ക് പ്രതീക്ഷിക്കാനാകാത്ത ശിക്ഷയായിരിക്കും നൽകുക എന്നും മോദി പറഞ്ഞിരുന്നു. ചൊവ്വാഴ്ച പഹൽഗാമിലെ വിനോദസഞ്ചാരികൾക്ക് നേരെ നടന്ന ഭീകരാക്രമണത്തിൽ 26 പേരാണ് കൊല്ലപ്പെട്ടത്. 20-ലധികം പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഇന്ത്യയെ ദ്രോഹിച്ചവർക്ക് സങ്കല്പിക്കാനാകാത്ത ശിക്ഷ നൽകുമെന്നാണ് പ്രധാനമന്ത്രി മുന്നറിയിപ്പ് നൽകിയത്. പാകിസ്ഥാന് ശക്തമായ തിരിച്ചടി നൽകുമെന്ന സൂചനകളാണ് വന്നു തുടങ്ങുന്നത്. അയൽ രാജ്യമായിട്ടുള്ള സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച യുദ്ധക്കപ്പൽ INS സൂററ്റിൽ നിന്ന് മിസൈൽ പരീക്ഷണം ഉൾപ്പെടെ നടത്തി. അറബിക്കടലിൽ വെച്ച് INS സൂററ്റിൽ നിന്ന് മധ്യദൂര ഭൂതല വ്യോമ മിസൈൽ ഉപയോഗിച്ച് വേഗത്തിൽ താഴ്ന്നു പറക്കുന്ന ലക്ഷ്യത്തെ ഭേദിച്ചാണ് പരീക്ഷണം നടന്നത്. യുദ്ധ തയ്യാറെടുപ്പിലും തദ്ദേശീയ രൂപകൽപ്പനയിലുമുള്ള മികച്ച പുരോഗതി വെളിപ്പെടുത്തുന്ന നിർണായക നേട്ടമാണ് ഈ പരീക്ഷണ വിജയം. മിസൈൽ വേദ പടക്കപ്പൽ ശ്രേണിയിൽപ്പെട്ടതാണ് INS സൂറത്ത്. ഇസ്രയേലുമായി ചേർന്നാണ് ഈ മിസൈൽ സംവിധാനം വികസിപ്പിച്ചെടുത്തത്. 70 കിലോമീറ്ററാണ് ഇടപെടൽ പരിധി. സീ സ്കീമിംഗ് ഭീഷണികളെ നേരിടാൻ സാധിക്കുന്ന രീതിയിലാണ് രൂപകൽപ്പന. ലക്ഷ്യത്തോടടുക്കുമ്പോൾ വെടിയേൽക്കാനുള്ള സാധ്യത കുറയ്ക്കാനും റഡാർ ഇൻഫ്രാറെഡ് പരിധിയിൽ വരാതിരിക്കാനും ചില പോർ വിമാനങ്ങളും കപ്പൽ വേദ മിസൈലുകളും പ്രയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ് സീ സ്കീമിംഗ്. ലക്ഷ്യസ്ഥാനത്തേക്ക് കൃത്യമായി തൊടുത്തു നടത്തിയ മിസൈൽ പരീക്ഷണം നാവികസേനയുടെ കരുത്ത് പ്രകടമാക്കുന്നതാണെന്ന് പ്രതിരോധ മന്ത്രാലയ വക്താവ് എക്സിൽ കുറിച്ചു. രാജ്യത്തിന്റെ പ്രതിരോധശേഷി ശക്തിപ്പെടുത്തുന്നതിൽ മിസൈൽ പരീക്ഷണം മറ്റൊരു നാഴികക്കല്ല് കൂടി അടയാളപ്പെടുത്തിയതായും പ്രതിരോധ മന്ത്രാലയ വക്താവ് പറഞ്ഞു. പ്രതിരോധ നിർമ്മാണത്തിൽ സ്വയം പര്യാപ്തത ആർജിക്കാനുള്ള പ്രതിജ്ഞാബദ്ധതയാണ് പുതിയ പരീക്ഷണത്തിലൂടെ തെളിയിക്കുന്നതെന്നും നാവികസേന അറിയിച്ചു.